ലഹരിക്കെതിരായ 24 അന്വേഷണം തുടരുന്നു. കൊച്ചിയിൽ ലഹരി മരുന്ന് വാങ്ങാൻ പണം കിട്ടാതായതോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മോഷണത്തിന് വരെ ഇറങ്ങി. നിർത്തിയിട്ട് ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. മോഷണം നടത്തിയെന്ന് സമ്മതിക്കുന്ന കുട്ടികളുടെ ശബ്ദ സന്ദേശവും ദൃശ്യങ്ങളും 24 ലഭിച്ചു. ലഹരി ഉപയോഗത്തിനായി പണം കണ്ടെത്താൻ മാർഗമില്ലാതായാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ലഹരി സംഘം മോഷണത്തിന് പോലും ഇറങ്ങാൻ മടിക്കില്ല. കൊച്ചി നഗരത്തിൽ നിന്നുമാണ് ഇങ്ങനെ ബൈക്ക് മോഷ്ടിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ബൈക്ക് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പുറത്തു കൊണ്ടുപോയത് എങ്ങനെയെന്നും ഇതേ ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. ബൈക്ക് മോഷ്ടിച്ചവനെ പോലീസ് പിടിക്കുമെന്നും ക്യാമറയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നും ഗ്രൂപ്പിലുള്ളവർ തന്നെ പറയുന്നു. എങ്ങനെ ഓടിച്ച് താക്കോലുണ്ടായിരുന്നത് എങ്ങനെ മറ്റേ രീതിയിലോടാക്കിയ അതൊക്കെ എന്ത് വെച്ചാല് നമ്മൾ ചെയ്യാന്നറിയാം. എന്താ പൊട്ടനായിരുന്ന ബൈക്ക് മോഷ്ടിക്കാൻ അറിഞ്ഞോടെ പണി വരുമെന്ന് ഏതിലൊക്കെ ക്യാമറയിൽ പോക്കോടാ. എങ്ങനെ ഓടിയെന്ന് ക്യാമറയിൽ കൂടെ പിടിച്ചാണോ? എങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംഘമാണ് ഇങ്ങനെ ലഹരി ഉപയോഗത്തിനായി ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ പണം കണ്ടെത്തുന്നത്. സംഘത്തിൽ കൂടുതൽ പെൺകുട്ടികളും കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കുട്ടികളെ കണ്ടെത്തുന്നതിനോ രക്ഷപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു നടപടികളും കൊച്ചിയിൽ പോലീസിന്റെയോ എക്സൈസിന്റെയോ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. എസ് ശ്യാംകുമാർ, 24 കൊച്ചി.